ശരി, മറ്റു വാർത്തകളിലേക്കാണ്. നേരത്തെ ന്യൂസ് മോർണിംഗിന്റെ തുടക്കത്തിൽ കോഴിക്കോട് നടക്കാവിൽ നിന്നൊരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ യുവാവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. കക്കാടംപൊയിലിന് സമീപത്ത് വെച്ച് രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് റഹീസിനെ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പോലീസ് പിടികൂടി. വയനാട് സ്വദേശി റഹീസിനെ സുഹൃത്തായ സിനാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെയാണ് തട്ടിക്കൊണ്ടുപോയത്. ദൃശ്യ പുതിയടത്ത വിവരങ്ങൾ നൽകും. ദൃശ്യ അല്പസമയം മുൻപാണ് തട്ടിക്കൊണ്ടുപോയ വാർത്ത, അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു, പ്രതികളെ പിടികൂടിയിരിക്കുന്നു. പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? ജിൽസിന് പുലർച്ചോടെയാണ് ഈ റഹീമിനെ ഇയാളെ പിടിച്ചുകൊണ്ടുപോകുന്നത്. അതായത് ഈ വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി റഹീസിനെ സുഹൃത്തായ സിനാന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിന് പിന്നാലെ CCTVകൾ കേന്ദ്രീകരിച്ചായിരുന്നു നടക്കാവ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതിന് പിന്നാലെ അല്പസമയം മുൻപാണ് കക്കാടംപൊയിലെ സമീപത്തെ വെച്ച് രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ തട്ടിക്കൊണ്ടുപോയ 4 പേരും ഇതിനെ സഹായിച്ച 4 പേരും ഉൾപ്പെടെ 8 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഇയാളെ കോഴിക്കോടേക്ക് വിളിച്ചു വരുത്തിയ ഒരു സ്ത്രീ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരുൾപ്പെടെ 8 പേരാണ് ഇപ്പോൾ നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ കക്കാടംപൊയിലിൽ നിന്ന് അല്പസമയത്തിനകം നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ഈ സാമ്പത്തിക ഇടപാടുകളാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് ഇതിൽ കൃത്യമായ വ്യക്തത വരികയുള്ളൂ. എന്തായാലും തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും ഈ യുവാവിനെയും റഹീസിനെയും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് ജിൽസി.